തലതെറിച്ച തെണ്ടുകളെ വളർന്നു. പക്ഷെ എനിക്ക് ആ ഒപ്പീനിയൻ ഇല്ല. ഗ്രീഷ്മയാണോ ഹണി റോസ് ആണോ അല്ലേ ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രീതിയിൽ? 2K കിഡ്സിന് മാത്രം ആ ലേബൽ കൊടുക്കുന്നേ ഉള്ളൂ. എല്ലാവരിലും ഉണ്ട് പ്രശ്നം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ധൈര്യമുണ്ട്. പണ്ടത്തെ പോലെ നമ്മളെ പോലെ അച്ഛൻ പേടിക്കുക അമ്മ പേടിക്കുക ഇന്ന സമയം അങ്ങനെയൊന്നുമില്ലല്ലോ. അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈസിലി അവൈലബിലിറ്റി വളരെ കൂടുതലാണ് ഡ്രഗ്സിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രായമായ സ്ത്രീകളെ വരെ ചവിട്ടി കൊന്നത് അല്ലാതുള്ള ആൾക്കാർ. അവൻ മെത്താമെറ്റഫിൻ ഉപയോഗിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അവൻ സ്വർണം അവന് പൈസയ്ക്ക് വേണ്ടി അവൻ ഒരു പ്രായമായ സ്ത്രീയെ ചവിട്ടി കൊന്നു വന്ന് എനിക്കറിയാം. എൻ്റെ കസിൻ്റെ ഫ്രണ്ട്സ് അവർ നമ്മൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന പിള്ളേരാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവ് യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചപ്പോൾ എനിക്ക് ഞെട്ടൽ കണക്കായിരുന്നു. നിയമത്തെ ഒന്നും പേടിയില്ല. ഇത് യൂസ് ചെയ്താലും ഒന്ന് അകത്തിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി അവർക്ക് ജീവിക്കാം, അങ്ങനെ ഒരു ചിന്ത വരുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് നല്ലപോലെ. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം അറിയാം. എന്നിട്ടും നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം, നമ്മുടെ പ്രായക്കാർക്കാണ്, പ്രായമുള്ളവരെക്കാൾ. എന്നിട്ട് നമ്മൾ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് അവർ അതിൻ്റെ പുറത്താണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഒരിക്കലും അതിന് യോജിക്കില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ വീട്ടിൽ നിയന്ത്രിക്കാനല്ലേ പറ്റൂ. പുറത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ലഹരിയാണെന്ന് പറയുന്നു. പൊതുജനങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ ഈ 2K കിഡ്സ് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ പറയാം, ഇവരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആണ്, അതുകൊണ്ടാണ് ഇവർ ഇത്രയും വയലൻസ് ചെയ്യുന്നത് എന്നൊരു ആരോപണമുണ്ട്. ഈ കമന്റിനോട് എന്താ റിയാക്ഷൻ? അതൊരു സോഷ്യൽ മീഡിയ വൈറലായതിനു ശേഷമാണ് അത് എല്ലാവരിലും എത്തിത്തുടങ്ങിയത്. ഇതിനു മുന്നേ ഇതിനേക്കാൾ വയലൻസ് നടന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത കൊലയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നില്ലേ അല്ലേ? അത് അന്ന് ആരും അറിഞ്ഞില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എല്ലാവരുടെ കാര്യങ്ങളിൽ എത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ പണ്ട് ഇപ്പോഴൊന്നുമില്ല. അന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നടക്കുന്നത്. മനസ്സിലായോ? ഈ 2K കിഡ്സിനെ മൊത്തത്തിൽ ഈ ഒരു കുറ്റം പറയുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ എന്താണ് അവർ തലതെറിച്ച തലമുറയാണ് അതല്ലേ ഉദ്ദേശിച്ച തലതെറിച്ച തെണ്ടുകളെ വളർന്നു. പക്ഷെ എനിക്ക് ആ ഒപ്പീനിയൻ ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ മുന്നേയും ഇങ്ങനത്തെ കാരണം നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ആൾക്കാർ അത് അറിയുന്നില്ല. കാരണം അന്ന് മീഡിയ ഇല്ല, അത് ചർച്ച ചെയ്യുന്നില്ല, ആൾക്കാർ അങ്ങ് നോക്കും. ഇപ്പോഴാണ് അത് കുറച്ചുകൂടെ ആൾക്കാർ കാണുന്നത്. എന്നതുകൊണ്ട് ആ ജനറേഷൻ മാത്രം മോശം, ആ ജനറേഷൻ നല്ല ആൾക്കാർ, അങ്ങനെ ഒന്നും ഇല്ല. എല്ലാം ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. എല്ലാവരുടെ ഉള്ളിലും നല്ലതുമുണ്ട് മോശമുണ്ട്. ഇപ്പം നമ്മൾ മോശം കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് പ്രശ്നം എന്നല്ല, അങ്ങനെ ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ മെയിൻ കാര്യം. ഒരു ഇത് വന്ന പോലെ ഗ്രീഷ്മയാണോ ഹണി റോസ് ആണോ അല്ലേ ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രീതിയിൽ? അപ്പം ഗ്രീഷ്മ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കര ട്രഡീഷണലായിട്ട് ജീവിച്ച ഒരു കുട്ടി അല്ലേ? എല്ലാത്തിനും ഫസ്റ്റായിട്ട് എല്ലാം ഭയങ്കര എന്താ പറയുന്നത്, നല്ല കുട്ടി, നല്ല ലേബല് വന്ന കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും ഇത് ചെയ്യുമെന്ന് വിചാരിക്കില്ല. പക്ഷെ എല്ലാവരും ഹണി റോസിനെ കുറ്റം പറയുന്നു. പക്ഷെ പുള്ളിക്കാരി ഒരു നല്ലൊരു ജെനുവിൻ ഒരു വിമൻ പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല, എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ധൈര്യമുണ്ട്. പണ്ടത്തെ പോലെ നമ്മളെ പോലെ അച്ഛൻ പേടിക്കുക അമ്മ പേടിക്കുക ഇന്ന സമയം അങ്ങനെയൊന്നുമില്ലല്ലോ. അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അതിൻ്റെയാണ്. പിന്നെ എൻ്റെ ഒപ്പീനിയനിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു. ഈ തലമുറയാണ് ആൽക്കഹോളിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കമ്പാരിറ്റീവ്ലി മുന്നേയൊക്കെ 90% മേളിലാണ് അതിൻ്റെ പെർസെൻറ്റേജ് യൂസേജ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആൽക്കഹോളിൻ്റെ യൂസേജ് മേ ബി ഡ്രഗ്സ് കൂടിയിട്ടുണ്ടാവും നല്ലപോലെ. പക്ഷേ എങ്കിലും ആൽക്കഹോളിൻ്റെ യൂസേജ് 33% മാത്രമേ ഉള്ളൂ ഈ ജനറേഷൻ. കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മുന്നത്തേക്കാളും അത് കുറച്ചു എന്നുള്ളതാണ്. ഡ്രഗ്സിലേക്ക് പോയിട്ടുണ്ടാവും മേ ബി. പക്ഷേ ഞാനങ്ങനെ ഡ്രഗും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ എല്ലാ ജനറേഷനിലും ഉണ്ട് എല്ലാ മിസ്റ്റേക്സും, അല്ലെങ്കിൽ എല്ലാ ഡ്രഗും ഒക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എല്ലാവരും അറിയുന്നു, ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ 2K കിഡ്സിന് മാത്രം ആ ലേബൽ കൊടുക്കുന്നേ ഉള്ളൂ. എല്ലാവരിലും ഉണ്ട് പ്രശ്നം. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് യൂസ് ചെയ്തിട്ടാണ് അവർ വയലൻസിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഒരു പരിധി വരെയൊക്കെ അവരെ വയലൻ്റ് ആക്കാനുള്ളൊരു ഇപ്പോൾ മെത്താമെറ്റഫൈൻ ആണെങ്കിൽ പോലും അവർക്ക് വയലൻ്റ് ആക്കാനുള്ളൊരു പരിധി വരെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈസിലി അവൈലബിലിറ്റി വളരെ കൂടുതലാണ് ഡ്രഗ്സിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സോ അവരെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിലിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഡ്രഗ്സ് യൂസ് ചെയ്തും ഡ്രഗ്സ് യൂസ് ചെയ്യാതെയും ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട്. സോ രണ്ട് രീതിയിൽ അവരെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് യൂസ് ചെയ്ത് വരുന്ന കൊന്നിട്ട് ഒരു പ്രായമായ സ്ത്രീകളെ വരെ ചവിട്ടി കൊന്നത് അല്ലാതുള്ള ആൾക്കാർ. അവൻ മെത്താമെറ്റഫിൻ ഉപയോഗിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അവൻ സ്വർണം അവന് പൈസയ്ക്ക് വേണ്ടി അവൻ ഒരു പ്രായമായ സ്ത്രീയെ ചവിട്ടി കൊന്നു വന്ന് എനിക്കറിയാം. സോ അത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പോലെ ഉണ്ട്.
അതായത് ലൈക്ക് സ്കൂളുകളിലാണെങ്കിലും പണ്ട് തൊട്ടേ ഇങ്ങനെ ലഭിക്കുന്നുണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിലിറ്റി നല്ലപോലെ കൂടുന്നുണ്ട്. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആണെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന് വളരെ കേസ് വരുന്നുണ്ട്. അതെല്ലാം ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തടുത്ത് ചില അതും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെയാണ് അവരെ ഇങ്ങനെ എൻ്റെ കസിൻ്റെ ഫ്രണ്ട്സ് നമ്മൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന പിള്ളേരാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവ് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചപ്പോൾ എനിക്ക് ഞെട്ടൽ കണക്കായിരുന്നു. അപ്പോൾ ഒരു ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് അവൈലബിലിറ്റി എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടാനുള്ള വഴികളും നല്ലപോലെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഈ മൈനേഴ്സ് അഡൽട്ട്സ് തമ്മിൽ ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും കൂടുന്നുണ്ട്. സ്കൂളുകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് തൊട്ടേ. അത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ മുട്ടായി പൊതികളിലായാലും കഞ്ചാവ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി നല്ലോണം കൂടുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് എന്തോ നിയമത്തെ ഒന്നും പേടിയില്ല, ഇത് യൂസ് ചെയ്താലും ഒന്ന് അകത്തിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി അവർക്ക് ജീവിക്കാം, അങ്ങനെ ഒരു ചിന്ത വരുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് നല്ലപോലെ. ഇപ്പം കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്ക് അതേപോലെ യൂസ് ചെയ്യുന്നതിനോടൊപ്പം അവയർനെസ്സും കൂടുന്നുണ്ട്. പക്ഷേ അവയർനെസ് കൂട്ടിയിട്ടും ആൾക്കാരിലോട്ട് ഇതിൻ്റെ പാർശ്വഫലം പറഞ്ഞിട്ടും അവർക്കത് എന്നിട്ടും അത് യൂസ് ചെയ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്തോ അവർക്ക് മിക്കവാറും ഇൻട്രാക്ഷൻ കുറയുന്നത് കൊണ്ട്, അപ്പോൾ ഒരു റൂമിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ തന്നെയാണ് ഈ ഓൺലൈൻ കാലഘട്ടം തുടങ്ങി. കോവിഡ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഏകദേശം ഒരു റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളെ ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻ കൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഇത്ര അവയർനെസ് ഉണ്ടായിട്ടും. പക്ഷേ ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം അറിയാം. എന്നിട്ടും നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം, നമ്മുടെ പ്രായക്കാർക്കാണ്, പ്രായമുള്ളവരെക്കാൾ. എന്നിട്ട് നമ്മൾ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷനും നമ്മളെ ആക്ടിവിറ്റീസ് കുറയുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ കുറയുന്നത് കൊണ്ടാവാം ഇത് യൂസേജ് കൂടുന്നത്. ഡ്രഗിൻ്റെ ഉപയോഗം കൂടുതലാണ്, അത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റുള്ളൂ. ഡ്രഗ് അഡിക്റ്റാണ്, പക്ഷെ അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവരാരെന്ന് അവർക്ക് അറിഞ്ഞാലല്ലേ. ഇപ്പം എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മൾ ഒരു ചുമയ്ക്കുള്ള മരുന്നെടുത്താലും അതിനകത്ത് ഡ്രഗ് ഉണ്ട്, അത് ആവശ്യത്തിനാണ് ഉള്ളത്. ഈ നമ്മൾ പേരൻസും ഈ സൊസൈറ്റിയും ഈ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, അപ്പോൾ ഇതിന് എന്താ വേണ്ടത്, നിനക്ക് നീ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാരും പറയത്തില്ല. പറയാതെ ഇരിക്കുമ്പോഴേ വേറെ ഒരാൾ വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല സുഖം, ഇത് അങ്ങനെ പറയുമ്പോൾ ഇവർ ഇതിലോട്ട് പോകുമ്പോൾ അതിൽ തന്നെ അവർ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവർക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് ഉറപ്പായിരുന്നു, ഈ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ, ഡ്രിങ്ക്സ് അടിച്ചിട്ട് അവർ അതിൻ്റെ പുറത്താണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഒരിക്കലും അതിന് യോജിക്കില്ല. കാരണം ഈ കല്ല് കുടിക്കുന്നവർക്ക് അമ്മയെ തിരിച്ചറിയാം, സഹോദരിയെ തിരിച്ചറിയാം, അമ്മയെ അറിയാൻ പറ്റൂല, അവർക്കെന്ത് വേറെ കുട്ടികളെ അറിയാൻ പറ്റാത്ത? ഇത് നമ്മളെ ഭാര്യയല്ല, ഇത് നമ്മളെ വീട്ടിലല്ല, ഇത് തെറ്റാണ്, ഇത് ചെയ്തുകൂടാന്ന് അവർക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയണേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അത് നമ്മളെ തെറ്റിനെ ന്യായീകരിക്കാനുള്ള അടവാണത്. 2K കിഡ്സ് എന്ന് പറയുമ്പം ഇപ്പം ഭയങ്കര ഇപ്പോൾ ഒരു പുതിയ ജെൻസി വേർഡ് ഉണ്ടല്ലോ, സിഗ്മ അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ഇവരൊക്കെ ഈ ഡ്രഗ് അഡിക്റ്റ് ആകുന്ന, ഇപ്പം ഞാൻ കോളേജ് സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഡ്രഗ് അഡിക്റ്റാണ് അവരും. ഭയങ്കര ഇപ്പോൾ ഒരു സ്ലാങ്ങിലൊക്കെ നടക്കുന്നതും ലോക്കലായിട്ട് നടക്കുന്നവരൊക്കെ ജെൻസി കിഡ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ രീതിയിൽ അത് എൻകറേജ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് നമുക്ക് സ്കൂളിലൊക്കെ ഒരു ക്ലാസ് കൊടുക്കുക, പിന്നെ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പം കൂടുതലും അതിനെ നിയന്ത്രിക്കാനുള്ള വഴി ഗവൺമെൻറ് തന്നെ കണ്ടുപിടിച്ചെടുക്കുക, അതേ പറ്റൂ. അല്ലാതെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ വീട്ടിൽ നിയന്ത്രിക്കാനല്ലേ പറ്റൂ. പുറത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്കൂളിൽ അതിനെപ്പറ്റി നിയന്ത്രണങ്ങൾ വരുത്തുക, അതുപോലെ വീട്ടിലും നമ്മൾ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിനെ എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതേ പറ്റൂ.